മഴയ്ക്ക് ആ അത് അതിന്റെ കാര്യം പറയട്ടെ. എന്നാ പറഞ്ഞ ട്യൂഷൻ എപ്പം വന്നായിരുന്നു പറഞ്ഞ? ട്യൂഷൻ മിനിഞ്ഞാന്ന് വന്നാ പറഞ്ഞത്. അവൻ ഞാണ്ടായത് മിനിഞ്ഞാന്ന് വന്നല്ലേ പറഞ്ഞത്. അത് സന്തോഷം ഉണ്ടായിരുന്നോ അവനെ? ഞാൻ കണ്ടു പള്ളിയേച്ച് കണ്ട. അവനെ കണ്ട അവൻ എന്നാ പറഞ്ഞു? അവന് കാണണം. കൊച്ചുമായിട്ട് കുറിച്ചുകൂട്ടിലേക്ക് നടന്നു പോകുന്നത്. ഇത് എന്റെ കടയിലേക്ക് വന്നാ. കടയിലേക്കാ നമുക്കൊരു വിളിക്കണം, അവനെ കൂടെ വിളിക്കാമല്ലോ. അവനെ വിളിക്കാം. മുന്നോട്ടോ പുറകോട്ടോ? ആണോ? ശരിയാ പോച്ച. ഇച്ചിരി മണിക്ക് പോച്ച. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സിജു കലവറക്കാരൻ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 നന്ദി. നിങ്ങൾ നൽകിയ സപ്പോർട്ടും സഹകരണവും കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും വിജയിച്ചത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു സ്റ്റൈലിലെ അമ്മച്ചി ചിക്കൻ. പണ്ട് കാലത്ത് അമ്മച്ചിമാർ വെല്ലുമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ? അമ്മച്ചി ചിക്കൻ അല്ലേ? വെച്ചോ. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇഞ്ഞെടുത്തു. മഞ്ഞൾപ്പൊടി തന്നെ ചോദിച്ചാ അമ്മച്ചി ചിക്കൻ മഞ്ഞൾ പൊടി എത്ര ഔൺസ് സാറേ? ഇത് 4 കിലോ ചിക്കനാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആവശ്യത്തിന്, അതായത് മഞ്ഞൾ പൊടിക്കൊരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരളവ്, അതായത് നമ്മളൊരു 2 ഡെസേർട്ട് സ്പൂണാണ് ഇടുന്നത്, ടേബിൾ സ്പൂൺ. നമുക്കത് മതി. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ, നമുക്ക് ഒത്തിരി മഞ്ഞൾ വേണ്ട ആവശ്യമില്ല. അടുത്തത് അത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇടുന്നത്. 4 കിലോ ചിക്കനാണ് നമ്മളൊരു 2 ടേബിൾ സ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരല്പം കുരുമുളക് പൊടി, പെപ്പറും കൂടെ ശലം കൊടുക്കാം അല്ലേ? എരിവ് ശലം നമ്മൾക്ക് എരിവ് ശലം കൂടുതൽ വേണം. എരിവ് അങ്ങോട്ട് ഇരുന്നോട്ടെ. എരിവ് വേണം, നമുക്ക് എരിവ് വേണം. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാനുള്ള കുറച്ച് ഉപ്പും കൂടെ വേണേ. സോൾട്ട് ശലം അപ്പോൾ നമ്മുടെ പാകത്തിന്, അതിനളവില്ലല്ലോ, നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ ആവശ്യത്തിന്, അത് ആവശ്യത്തിന് പാകത്തിന്. മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്ന് പിടിക്കട്ടെ അല്ലേ? ഇതിൻ്റെ മസാല ഒന്ന് പിടിക്കട്ടെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഉരുളി അടുപ്പിലോട്ട് വെക്കാം അല്ലേ? ഓക്കെ. 2 പൊടി കത്തിക്കുക. അതൊന്ന് റെഡിയാണെന്നൊക്കെ. കാറ്റ് കൂടുതലുള്ള സ്ഥലം വേണ്ടേ? തീപ്പെട്ടി കത്താൻ 2 പൊടി കത്തിക്കേ. നമ്മളുടെ തീ കത്തിയിട്ടുണ്ട് അല്ലേ? തീ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളി എടുത്ത് വെച്ചു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉരുളി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ചോദിച്ചോ, ആ ഓയിലിങ് എടുത്തോ. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓയിലാണ് കേട്ടോ. ചിക്കൻ ചിക്കൻ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ ആ പാത്രത്തിലുള്ള നമ്മളുടെ ഓയിൽ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതെ. അപ്പോൾ നമുക്ക് ആ ചിക്കൻ ഒന്നിട്ട് ഫ്രൈ ചെയ്യാം. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്താണ് ഈ അമ്മച്ചി ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചിക്കനെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്യാം. കഴിഞ്ഞെടുത്തു.
അടുത്തല്ലേ നിൽക്കുന്നോ നിൽക്കുന്നോ? നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഒരു ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അതായത് പകുതിയായില്ല. ഒരു അല്പ സമയം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതാ ഒരു പകുതി ആയിട്ടുണ്ട്. നമുക്കിതങ്ങ് കോരിയെടുക്കാം. നമുക്ക് ഈ രണ്ടാമത്തെ പാവം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്ത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ആ കറുവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ആയിട്ടോ. ഓ എന്നാ കറുപറ ആ അതെ ഫ്രഷ് കറുവേപ്പില കേട്ടോ. അതിൻ്റെയാ അപ്പോൾ ഇത് ഏകദേശമല്ല, എന്നാൽ പകുതി പാകത്തിന് മതി. ബാക്കി നമുക്ക് നമ്മുടെ ആ ഗ്രേവിയിൽ കിടന്ന് റെഡി ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇതിനോട് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മൾ അമ്മച്ചി ചിക്കൻ്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കാം അല്ലേ ജെൻസാ? ആ വെളിച്ചെണ്ണ ഇഞ്ഞ് എടുത്തു. ആ ആ പൊടി വാ. അത് നമ്മൾ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചറ്, ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക്ക്, ഇതൊക്കെ ഇട്ടാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. വെച്ചോ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് എടുത്തേ. അപ്പോൾ നമ്മളത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മളിപ്പോൾ 4 കിലോ ചിക്കൻ ഉപയോഗിച്ചിട്ടില്ലേ, നമ്മളിതിൻ്റെ അകത്തൊരു മീഡിയം സൈസ് ഒരു 5 കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് നമ്മൾ കുത്തി അരിഞ്ഞ് അതായത് ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആ വെളിച്ചെണ്ണ കിടന്ന ഇഞ്ചിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അത് അപാരം തന്നെയാണ്. അത് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത്ര ചിക്കൻ ഉള്ളതുകൊണ്ട് നമ്മളൊരു 5 കുടം വെളുത്തുള്ളി ഉണ്ട്. അതാണ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്.
ഈ ചിക്കൻ ആയാലും ബീഫായാലും അതിനൊക്കെ നമ്മൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ ഇട്ടെങ്കിലേ ഉള്ളൂ. ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ വേണം എങ്കിലാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. നമ്മുടെ വീട്ടിലെ ബില്ലിമിച്ചുകാരൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലല്ലേ, ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടുതലല്ലേ. ഇഞ്ചിയൊക്കെ ചേർത്ത് അസുഖങ്ങൾ കുറവായിരുന്നു അല്ലേ? ഇത് എത്ര ഉണ്ടത്? ഇത് നമ്മൾ ഒരു 6 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പച്ചമുളകും കൂടി എടുത്തു. മണം അടിക്കുന്നുണ്ട്. മുളക് എത്ര ഉണ്ട്? ആവശ്യത്തിന് കയറിയിടുക. അതെന്ന് വെച്ചാൽ ഓരോരുത്തർ എരിവ് നോക്കിയിട്ട്. നല്ല എരിവുള്ള മുളകാണ്. നമ്മളൊരു 10 പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കീറിയിട്ടിരിക്കുകയാണ്. കറുവപ്പുറ പച്ച കറുവേപ്പില, അതിൻ്റെ ഒരു സ്മെല്ല് വേറെയാ. സ്മെല്ല് വേറെയാ. അതാ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്നത്, സ്വന്തം പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുന്ന കരിയാപ്പില ഒരു മണമൊന്ന് വേറെ കേട്ടോ. നമ്മൾ ഗൾഫിൽ മേടിക്കും. വറ്റൽമുളക് ഉണ്ടല്ലോ, ആ വറ്റൽമുളക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് പോരട്ടെ. നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇതെല്ലാം വഴണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ വന്നിരിക്കുന്ന മഞ്ഞൾ പൊടിയാണ്. മഞ്ഞൾ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തു. അടുത്ത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ. ഇടയില്ല. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുത്ത്, കാരണം കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് മതി. കാരണം എന്തിനാണെന്നറിയാം, നമ്മൾ കളറ് അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി നമ്മളൊരു 3 ടേബിൾ സ്പൂണാണ് അതിൻ്റെ അകത്ത് ചേർക്കുന്നത്. നമ്മുടെ തക്കാളിയും കൂടെ എടുത്തു. തക്കാളി കൂടെ ആ തക്കാളി ഇട്ട് കൊടുത്തു. നമ്മളൊരു 4 തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളി ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടൊന്ന് വഴണ്ടി വരുന്നിട്ട് അപ്പോൾ നമ്മുടെ ചിക്കനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇച്ചിരി ഗരം മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് അല്ലേ. ഗരം മസാല ഇങ്ങനെ ടിജോയെ ഇതോ ജെൻസാ, ടിജോടെ തേങ്ങാപ്പാലൊന്നും എടുത്ത് കൊടുത്തോട്ടെ. ഇങ്ങോട്ട് മോനെ. എത്ര തേങ്ങയുടെ പാലാ? നമ്മളൊരു തേങ്ങയുടെ പാലെടുക്കും. ഒന്നാം പാൽ. ഇച്ചിരി എരിവൊക്കെ വേണം അല്ലേ? നസിക്ക് എരിവില്ലാതെ നടക്കത്തില്ല. എരിവ് വേണം അല്ലേ? അപ്പോൾ നമ്മളെ ഒരു 1.5
ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമുക്കൊരു ഇച്ചിരി പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പിലയാണ് ഇതിൻ്റെ ഒരു മെയിൻ. കരിവേപ്പില ഇച്ചിരി ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് എന്തിനാണെന്നറിയാം? അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ. ഒത്തിരി ഒന്നുമല്ല, നമുക്ക് പാകത്തിന് മേമ്പൊടി ചേർത്തു. അപ്പൊ നമ്മുടെ അമ്മച്ചി ചിക്കൻ റെഡിയാണ്. ഫിറോസിക്ക് നിന്നിട്ട് നമുക്ക് ഇവരോട് തന്നെ ഇത് കൊടുത്തോണ്ട് ഇവരോട് തന്നെ ചോദിക്കാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ അമ്മച്ചി ചിക്കൻ റെഡിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് കൊടുത്തോണ്ട് ഇവരോട് തന്നെ ചോദിക്കാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. കഴിഞ്ഞെടുത്തേ. ഫിറോസിയാണ് വിശക്കുന്നു വിശക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നേ. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് കൊടുത്തു, അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ്? നല്ല ടേസ്റ്റ്, അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരോടൊക്കെ ചോദിച്ചു, അഭിപ്രായം എല്ലാം കിട്ടും. എങ്ങനെയുണ്ട് ചോദിച്ചത് ഇതിൻ്റെ? വിനോസിയായിരുന്നു ഇത് കഴിക്കാൻ ഇങ്ങനെ അല്ലേ? ഞായറാഴ്ച ആയതുകൊണ്ട് വിനോസിക്ക് ഇത് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചതാണിത്. അപ്പം നിങ്ങൾ നൽകിയ ഈ വിലയേറിയ അഭിപ്രായവും നിങ്ങളുടെ സപ്പോർട്ടുമാണ് ഞങ്ങളെ ഇത്രയും വളർത്തിയത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ കമൻസും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ പുതുതായി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ഒരു കിടിലൻ റെസിപ്പിയായി വരുവരേക്കും ഗുഡ് ബൈ.